തൃശൂരിൽ പ്രചരണം ആരംഭിച്ച കെ മുരളീധരൻ പിതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയാണ്. ഇന്ന് അല്പസമയം മുൻപാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ പ്രചരണം തുടങ്ങുകയും ചെയ്യുന്നു. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴുമുള്ള അച്ഛൻ്റെ സ്മൃതി മന്ദിരത്തിലെ പുഷ്പാർച്ചന പോലെയല്ല ഇക്കുറിയുള്ള പുഷ്പാർച്ചന, അല്ലേ സൂരജ്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെയും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം തുടക്കം കുറിക്കുന്ന സമയത്ത് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയാണ് ഇത് തുടക്കം കുറിക്കാറുള്ളത്. ഇക്കുറിയും എന്തായാലും കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ ഇറങ്ങുമ്പോൾ അച്ഛന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. നേരത്തെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇദ്ദേഹത്തിന് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ DCCയിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ബാല്യകാലമാകെ ഈ മുരളി മന്ദിരത്തിലാണ് ഇദ്ദേഹം ചിലവഴിച്ചത്. എന്തായാലും നമുക്ക് കെ മുരളീധരന്റെ പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ പുഷ്പാർച്ചന നടത്തിയല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും മുരളിയേട്ടൻ വന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താറുണ്ട്, അമ്മയുടെയും ഇപ്പോൾ അച്ഛൻ്റെയും. എന്താണ് ഇപ്പോൾ തോന്നുന്നൊരു വികാരം? എന്താണ് ശരിക്കും? അല്ല, ഇവിടെയൊക്കെ ഒരുപാട് കെ മുരളീധരൻ പിതാവിൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും അപ്രതീക്ഷിതമായിരുന്നു. TN പ്രതാപനായുള്ള ചുവരെഴുത്തുകൾ, TN പ്രതാപനുള്ള പോസ്റ്ററുകൾ, പ്രചരണം, സ്നേഹ സന്ദേശയാത്ര. പിന്നെ നമ്മുടെ ചർച്ചയിലൊക്കെ BJP പ്രതികൾ പറയുന്നത് പോലെ കുരട്ടിമുത്തിക്ക് പൂവംകൊല നേർച്ച എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ വളരെ സജീവമായി തന്നെ TN പ്രതാപൻ മുന്നോട്ടേക്ക് പോയതാണ്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമരുന്നത്. കെ മുരളീധരൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാവുന്നു. വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തി. പ്രവർത്തകർ അതിനനുസരിച്ച് പെട്ടെന്ന് സജ്ജമാകുന്ന കാഴ്ച തൃശ്ശൂരിൽ കാണാനുണ്ട്. ദയവടെ പ്രചരണം തുടങ്ങുകയാണ് കെ മുരളീധരൻ കെ കരുണാകരൻ്റെ സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം.